കരുണയായി ഭൂമിയിൽ അവതരിച്ചൊരേശുവേ, കരുണയാകുവാൻ നല്ല മനസ്സു നൽകണേ. കരുണയായി ഭൂമിയിൽ അവതരിച്ചൊരേശുവേ, കരുണയാകുവാൻ നല്ല മനസ്സു നൽകണേ. പോലുമേ കാത്തു കാത്തിരുന്നിടും കരുണയുള്ള താതനേ സ്നേഹദൈവമേ. ധൂർത്തനായി പോലുമേ കാത്തു കാത്തിരുന്നിടും കരുണയുള്ള താതനേ സ്നേഹദൈവമേ. കരുണയായി ഭൂമിയിൽ അവതരിച്ചൊരേശുവേ, കരുണയാകുവാൻ നല്ല മനസ്സു നൽകണേ. കരുണയായി ഭൂമിയിൽ അവതരിച്ചൊരേശുവേ, കരുണയാകുവാൻ നല്ല മനസ്സു നൽകണേ. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നതല്ല ദിവ്യകാരുണ്യം. എന്നാൽ കർത്താവ് തന്ന അനുഗ്രഹം എന്താണെന്നറിയാമോ? മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിലും മനുഷ്യ ഹൃദയത്തിന് അനുഭവിക്കാനായിട്ട് പറ്റും. മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ വയ്യാത്തത് മനുഷ്യ ഹൃദയത്തിന് അനുഭവിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടല്ലേ അന്ധനായ വ്യക്തിക്കും അമ്മയുടെ ലാളനയും സ്നേഹവും അറിയാനും അനുഭവിക്കാനും പറ്റുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കരുണയും സ്നേഹവും അനുഭവിക്കാൻ പറ്റുന്നത് ഹൃദയം കൊണ്ട് അനുഭവിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുള്ളത് കൊണ്ടാണ്. നമുക്കൊക്കെ പറ്റിയ ഒരു കുഴപ്പം, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്നവരുടെ ഒരു വലിയ പ്രശ്നം ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും മനസ്സിലാക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. ഹൃദയം കൊണ്ടാണ് അറിയേണ്ടത്, ഹൃദയം കൊണ്ടാണ് പഠിക്കേണ്ടത്. ദൈവശാസ്ത്ര പഠനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ദൈവശാസ്ത്രം പഠിപ്പിക്കേണ്ട രീതികളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പഠിച്ചപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അധ്യാപകരോട്, അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ചത് തിയോളജി മസ്റ്റ് ബി എ ഹാർട്ട് ടു ഹാർട്ട് ടോക്ക്. ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നതായിരിക്കണം. ദൈവത്തിൻ്റെ ഹൃദയം മനുഷ്യ ഹൃദയങ്ങളോട് സംസാരിക്കുന്നത്. ഹൃദയം ഹൃദയത്തോട് സംസാരിക്കേണ്ടത്. അമ്മയുടെ സ്നേഹം ഒരുപക്ഷെ ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ മനസ്സിലായെന്നിരിക്കില്ല. ഒരു കുഞ്ഞ് ഒരു ചെറിയ മുറിവ് പറ്റിയിട്ട് കരഞ്ഞാൽ, ഒരു വലിയ അപകടം പറ്റിയ കാര്യത്തോടുകൂടി ആവലാതിപ്പെടുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യൻ ചോദിക്കും, എന്തിന് ഇത്രയേറെ കിടന്ന് നിലവിളിക്കുന്നത്? കൊച്ചിനൊന്നും പറ്റിയിട്ടില്ല. അത് ബുദ്ധി കൊണ്ട് നോക്കുന്നവന്. ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന അമ്മയ്ക്ക് കൊച്ചിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ദേഹത്ത് വീണ ഒരു ഇറുമ്പ് കടി പോലും ഒരു മരണതുല്യമായ വേദനയാണ്. അത് ഹൃദയം കൊണ്ടുള്ള അമ്മയ്ക്ക് മനസ്സിലാവുള്ളൂ. ഹൃദയം കൊണ്ടുള്ള അമ്മയ്ക്ക് മനസ്സിലാവുള്ളൂ. ഭാര്യാഭർത്തൃ ബന്ധത്തെ മനസ്സിലാക്കുന്നതും ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. ബുദ്ധി കൊണ്ട് സ്നേഹിക്കുന്നവൻ പരാജയപ്പെട്ടു പോകുന്നത് പൗരോഹിത്യ ജീവിതത്തിൽ സാധാരണ മനുഷ്യരുടെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ബുദ്ധി കൊണ്ട് നോക്കാതെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ നോക്ക്. പ്രിയമുള്ളവരെ, ഞാനിത് ആമുഖമായിട്ട് പറഞ്ഞത്, ദൈവശാസ്ത്ര പഠനകാലത്ത് എൻ്റെ അധ്യാപകൻ എന്നോട് പറഞ്ഞത്, പഠിപ്പിച്ചത് വിശുദ്ധനായ
ഒരു ജസ്യൂട്ട് വൈദികൻ റോമിൽ വെച്ച് എന്നോട് പറഞ്ഞു, സിബിച്ച, നിന്റെ ദൈവശാസ്ത്ര പഠിപ്പീരുകൾ ബുദ്ധിക്ക് ബുദ്ധി എന്നുള്ള രീതിയിലായിരിക്കരുത്, ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നതാവണം. പ്രിയമുള്ള ദൈവമക്കളെ, കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും വേണ്ടതും ഇതുതന്നെയാണ്. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്നതും മുഴുവൻ മനസ്സിലാക്കാവുന്നതുമായ ഒരു രഹസ്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്നത്. മറിച്ച് ഹൃദയം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, ഹൃദയം കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു രഹസ്യത്തെക്കുറിച്ച്, ആ ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഒരുക്കിക്കൊണ്ട് വേണം ഈ സമയം ഇവിടെ ആയിരിക്കാൻ. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ നിന്ന് നിർബന്ധപൂർവം ഉണ്ടായിരിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധാത്മാവേ, ദിവ്യകാരുണ്യ രഹസ്യം എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ദിവ്യകാരുണ്യ രഹസ്യം അനുഭവിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് ഈ പ്രാർത്ഥന മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വ്യക്തിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന സമ്മാനമാണ് ഇന്ന് ദിവ്യകാരുണ്യ അനുഭവം. ദൈവം ഒരുക്കിയിരിക്കുന്ന സമ്മാനമാണ് ദിവ്യകാരുണ്യ അനുഭവം. പ്രിയമുള്ള ദൈവമക്കളെ, ഈ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് നിർമ്മലമായ ഹൃദയത്തെ തമ്പുരാന്റെ മുമ്പിൽ തുറന്നു വെച്ച് അവൻ്റെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന ദിവ്യവചസ്സുകൾ കേൾക്കാൻ, മർത്തായെ പോലെ അവൻ്റെ പാദത്തിൻ്റെ അടുത്തിരുന്ന് അവൻ്റെ വചസ്സുകൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചവൾ ബുദ്ധി കൊണ്ടായിരുന്നെങ്കിൽ അവൾ ചിന്തിക്കേണ്ടത്, ഇവൻ എന്തെങ്കിലുമൊക്കെ ഒരുക്കണ്ടേ, ചേച്ചിയെ സഹായിക്കണ്ടേ, കാര്യങ്ങളൊക്കെ നോക്കി നടത്തണ്ടേ. അവൾ ഹൃദയം കൊണ്ട് കണ്ടതുകൊണ്ട് അവൻ്റെ പാദാന്തികത്തിൽ അടുത്തിരുന്നു. അവൻ്റെ വചസ്സുകൾ അവൾ കേട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. മർത്ത പലവിധ ആ വ്യർത്ഥ ചിന്തകളിൽ നടക്കുകയും മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അവൾ ഹൃദയം കൊണ്ട് അവൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്നു, ഒട്ടിയിരുന്നു. ഈ ദിവ്യകാരുണ്യ പഠന നിമിഷങ്ങളിൽ പ്രിയമുള്ളവരെ, ഈ ഹൃദയം കൊണ്ട് തമ്പുരാനെ ശ്രവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഹൃദയം കൊണ്ട് തമ്പുരാനെ ശ്രവിക്കാൻ. കരുണയില്ലാത്തവൻ ക്രിസ്ത്യാനിയല്ല. കാരണം ദൈവത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ് ഈശോ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്. പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ് ഈശോ. അപ്പം ദൈവം എന്താണെന്ന് അറിയണമെങ്കിൽ ഈശോയെ നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ കരുണയുടെ ആഴം എന്തെന്നറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ കരുണയുടെ ആഴമറിയാൻ ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും നോക്കിയാൽ മതി. ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും ഏറ്റവും കൂടുതൽ സഭയ്ക്ക് വെളിവായി കിട്ടുന്ന നിമിഷമാണ് പരിശുദ്ധ കുർബാനയുടെ നിമിഷം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1363 നമ്പറിൽ ശീർഷകത്തിൽ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദൈവ കരുണയുടെ ഓർമ്മപ്പെടുത്തലും പ്രഘോഷണവുമാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് 1363 ശീർഷകത്തിൽ പരിശുദ്ധ കുർബാന ദൈവ കരുണയുടെ ഓർമ്മപ്പെടുത്തലും പ്രഘോഷണവുമാണ്. ദൈവത്തിൻ്റെ കരുണയുടെ ആഴം എത്രയുണ്ടെന്നറിയണമെങ്കിൽ പരിശുദ്ധ കുർബാനയെ അറിയണം. ദൈവത്തിൻ്റെ കരുണ ലോകത്തിന് ഇന്ന് കിട്ടണമെങ്കിൽ അത് കുർബാനയിൽ പ്രഘോഷിക്കപ്പെടണം. കുർബാനയിൽ പ്രഘോഷിക്കപ്പെടണം. പ്രിയമുള്ളവരെ, നമ്മളിൽ എത്ര പേര് പരിശുദ്ധ കുർബാന ദൈവ കരുണയുടെ അനുഭവമാക്കി മാറ്റിയിട്ടുണ്ട്? ദൈവത്തിൻ്റെ കരുണയുടെ
അനുഭവമായിട്ട്, ദൈവം എന്നോട് കാണിക്കുന്ന കാരുണ്യം അറിയുന്ന, അനുഭവിക്കുന്ന നിമിഷമായിട്ട് ഞായറാഴ്ച കുർബാന മാറിയിട്ടുണ്ട്. സഭ വളരെ വേദനയോടുകൂടെ, ഒരുപക്ഷെ ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അവിടുത്തെ കരുണ അനുഭവിക്കാതെ പരിശുദ്ധ കുർബാനയിൽ ദൈവജനം പങ്കെടുത്ത് പോകുന്നത് കണ്ടിട്ടായിരിക്കാം. സഭയ്ക്ക് വേണ്ടി ഇതിൽ കൂടുതൽ ചെയ്യാൻ തമ്പുരാൻ ഒന്നുമില്ലായിരുന്നു. ഇതിൽ കൂടുതൽ ചെയ്യാൻ അവനൊന്നുമില്ലായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ദൈവ കരുണയെ തമ്പുരാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഈ കരുണയെ നമുക്ക് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല. ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണം ദൈവത്തിൻ്റെ ഈ കാരുണ്യ സ്പർശം കുർബാനയിൽ നിന്ന് നമുക്ക് പറ്റാത്തത് കൊണ്ട് കുർബാന കണ്ട ദിവസവും കാണാത്ത ദിവസവും നമുക്ക് ഒരുപോലെ തോന്നുന്നു. അല്ലെങ്കിൽ കുർബാന പങ്കെടുക്കുന്ന ക്രിസ്ത്യാനിയും പങ്കെടുത്താത്തവനും തമ്മിൽ ഒരു വ്യത്യാസവും കാണാതെ പോകുന്നു പുറത്തുള്ള മനുഷ്യർ. ഇത് നമ്മുടെ മുമ്പിൽ ദൈവം വയ്ക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ്. ഈ ദൈവത്തിൻ്റെ കരുണയെ കുർബാനയിൽ അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ കരുണയെ കുർബാനയിൽ അനുഭവിക്കാൻ, അങ്ങനെയാണെങ്കിൽ സഭ പഠിപ്പിക്കുന്നതും സഭ പറയുന്നതും കേൾക്കണം. കരുണയെ ഓർമ്മപ്പെടുത്തലാണ് കുർബാന. ദൈവത്തിൻ്റെ കരുണയെ ഓർമ്മപ്പെടുത്തലാണ് കുർബാന. ആ കരുണ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ കരുണ നീ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ നീ അനുഭവിച്ച ദൈവ കരുണ മറ്റുള്ളവരോട് പ്രഘോഷിക്കാൻ, നീ അനുഭവിച്ച ദൈവകരുണ മറ്റുള്ളവരോട് പ്രഘോഷിക്കാൻ, അതിനായിട്ട് വേണ്ടിയിട്ട് തമ്പുരാൻ കുർബാനയെ സ്ഥാപിച്ചത്. കരുണയുടെ അസാധാരണ ജൂബിലി വർഷത്തിൻ്റെ ഒരുക്കമായിട്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയ കാരുണ്യത്തിൻ്റെ മുഖം എന്നുള്ള രേഖയിൽ അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത് 2-ാമത്തെ ഖണ്ഡികയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണ അവൻ നമ്മളെ സന്ദർശിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി അവൻ നമ്മളെ സന്ദർശിച്ചു എന്നുള്ളതാണ്. ദൈവം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവം നമ്മളെ കാണാൻ വന്നിരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നമ്മളെ കാണാൻ വരുന്നത് ഏറ്റവും വലിയ കരുണയുടെ പ്രവൃത്തിയാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കരുത്, ദൈവം നമ്മളെ കാണാൻ വരുന്ന ഏറ്റവും അടുത്ത്, ഏറ്റവും സ്നേഹത്തോടെ കാണാൻ വരുന്ന നിമിഷമാണ് പരിശുദ്ധ കുർബാനയുടെ നിമിഷം. ഈ ധ്യാനത്തിന്, ഈ ടോക്കിന് ഒരുക്കമായിട്ട് ഞാനിങ്ങനെ ഇരുന്ന് ഇത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് വേദന എനിക്ക് എന്നോട് തന്നെ തോന്നി, എന്നിൽ തന്നെ ഒരുപാട് വേദന. ദൈവമേ, കുർബാനയെ കാരുണ്യത്തിൻ്റെ മുഖമായിട്ട്, നിന്റെ കരുണയായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ കുറഞ്ഞു പോയല്ലോ എന്ന്. കുർബാനയെ കാര്യം നേടാനുള്ള ഒരു പ്രാർത്ഥനയായിട്ട് പ്രിയമുള്ള ദൈവമക്കളെ തരം താഴ്ത്തരുത്. എൻ്റെ കാര്യങ്ങൾ നേടാനുള്ള ഒരു പ്രാർത്ഥനയായിട്ട് കുർബാനയെ തരം താഴ്ത്തരുത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി അവൻ നമ്മളെ സന്ദർശിക്കുന്നതാണെങ്കിൽ ഓരോ കുർബാനയും ദൈവത്തിൻ്റെ കാരുണ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പഠിച്ചിടത്തോളം വേറൊരു ഭാഷയിലും കുർബാനയ്ക്ക് കാരുണ്യം എന്ന പേരില്ല, മലയാളത്തിൽ മാത്രമാണ്.
വേറൊരു ഭാഷയിലും കുർബാനയുടെ ചരിത്രമെടുത്ത് കുർബാനയ്ക്ക് കൊടുത്തിരിക്കുന്ന വിവിധങ്ങളായ പേരുകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കുർബാനയെ ദിവ്യകാരുണ്യം എന്ന് വിളിച്ചിരിക്കുന്നത് മലയാള ഭാഷയിൽ മാത്രമാണ്. ദിവ്യകാരുണ്യം എന്ന പേരിൽ. ഈ ഭാഷ ദിവ്യകാരുണ്യ ദൈവശാസ്ത്രത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന, അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാര് കണ്ടെത്തിയ ഏറ്റവും വലിയ രഹസ്യം കുർബാന എന്ന് പറയുന്നത് കാരുണ്യമാണ് എന്ന്. ആദിമസഭ, സുറിയാനി സഭ കുർബാന എന്നാ വിളിച്ചത്, സമർപ്പണമെന്ന്. കുർബാന എന്ന വാക്കിനർത്ഥം സമർപ്പണമെന്നാണ്. അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാര് യുക്കരിസ്റ്റ് എന്നാ വിളിച്ചത്, നന്ദി പറച്ചിലാണ് എന്നാണ് വിളിച്ചത്. 6-ാം നൂറ്റാണ്ടിലായപ്പോഴേക്കും കൂട്ടായ്മയെന്ന് സഭ വിളിച്ചു. കുർബാനയെ കൂട്ടായ്മയെന്ന് വിളിച്ചു. അപ്പസ്തോലന്മാര് കുർബാനയെ അപ്പം മുറിക്കൽ എന്ന് വിളിച്ചു, കർത്താവിൻ്റെ അത്താഴം എന്ന് വിളിച്ചു. പക്ഷേ നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ പൂർവികർ, ഒന്നും പഠിക്കാത്തവർ കുർബാനയെ എന്തെന്ന് വിളിച്ചു? ദിവ്യകാരുണ്യമെന്ന് വിളിച്ചു. ദിവ്യകാരുണ്യമെന്ന് വിളിച്ചു. നമ്മുടെ കാരണവന്മാര് കുർബാനയെ മനസ്സിലാക്കിയത് ഹൃദയം കൊണ്ടാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കുർബാനയെ അവർ ദിവ്യകാരുണ്യമെന്ന് വിളിച്ചത്. ഒരുപക്ഷെ ഫൗസ്തീനയേക്കാൾ മുമ്പ് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവര് നമ്മുടെ പൂർവികരായ കാരണവന്മാരാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ കുർബാനയിൽ കണ്ടവർ, ദൈവത്തിൻ്റെ കാരുണ്യത്തെ കുർബാനയിൽ കണ്ടവർ. പ്രിയമുള്ള ദൈവമക്കളെ, ഇനി മുതൽ കുർബാനയെ കാണുമ്പോൾ ഈ സഭയോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ കാരുണ്യത്തെ കാണാൻ, ദൈവത്തിൻ്റെ കാരുണ്യം കുർബാനയിൽ അനുഭവിക്കാൻ, ദൈവ കരുണയ്ക്ക് തിരിച്ച് കരുണ കാണിക്കാൻ ഓരോ കുർബാനയും നമ്മളെ പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കേണ്ടതാണ്. ലാഘവത്തോടുകൂടി എടുക്കേണ്ട ഒന്നല്ല കുർബാന. ലാഘവത്തോടുകൂടി എടുക്കേണ്ടതല്ല കുർബാന. ജീവിതത്തിൽ ദൈവ കരുണയാണ് കുർബാനയെങ്കിൽ ആ കരുണ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകണം, അതിനുവേണ്ടി താല്പര്യമെടുക്കണം, അതിനുവേണ്ടി കഷ്ടതകൾ സഹിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഈ കാരുണ്യ വർഷത്തിൽ കുർബാനയിൽ നിന്നൊഴുകുന്ന ദിവ്യകാരുണ്യത്തെ, കുർബാനയിൽ നിന്നൊഴുകുന്ന ദിവ്യകാരുണ്യത്തെ മനസ്സിലാക്കാൻ, അതെങ്ങനെ എനിക്ക് ഓരോ കുർബാനയിലും സ്വീകരിക്കാമെന്നാണ് ഈ വചനധ്യാനത്തിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. ഈ കുർബാനയിൽ നിന്ന് ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കാൻ, കുർബാനയിൽ നിന്നൊഴുകുന്ന ദിവ്യകാരുണ്യത്തെ അനുഭവിക്കാൻ, അതാണ് നമ്മൾ ഇന്നത്തെ ഈ വചന വിചിന്തന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. കുർബാനയിലെ കാരുണ്യം കിട്ടണമെങ്കിൽ ആദിമ സഭ ചെയ്ത ഒരു കാര്യം, കുർബാനയിൽ ചെയ്ത കാര്യം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാമത്തെ തിരുവചനം. കുർബാനയിൽ നിന്ന് ദൈവ കരുണ ഒഴുകുന്നുണ്ടെങ്കിൽ, ദിവ്യ കാരുണ്യം ഒഴുകുന്നുണ്ടെങ്കിൽ, ഈ കാരുണ്യം സ്വീകരിക്കാൻ നമ്മൾ എന്തു ചെയ്യണമെന്ന് ആദിമ സഭ നമ്മളെ പഠിപ്പിക്കുന്ന തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42 തിരുവചനം എന്താണെന്നറിയാവോ? അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവം പങ്കെടുത്തു. എത്രയോ പ്രാവശ്യം നമ്മൾ വായിച്ചു പോയതാ. ആദിമസഭ കുർബാനയിൽ പങ്കെടുത്തത് എങ്ങനെയാണ്? താല്പര്യപൂർവ്വമാണ് പങ്കെടുത്തത്. വിത്ത് ഗ്രേറ്റ് ഡിസയർ ആൻഡ് പാഷൻ. വിത്ത് പാഷൻ. നമുക്ക് ചില മനുഷ്യരെ കുറിച്ച് അറിയാം, they are passionate about something. Passionate. പ്രിയമുള്ളവരെ, ദൈവ കരുണയൊഴുകുന്ന കുർബാനയിൽ നിന്ന് അവൻ്റെ കാരുണ്യം സ്വീകരിക്കാൻ
ആദിമസഭ ചെയ്തതുപോലെ ചെയ്തേ പറ്റൂ. കുർബാനയിൽ താല്പര്യപൂർവ്വം പങ്കെടുക്കാൻ, ആത്മാർത്ഥതയോടെ പങ്കെടുക്കാൻ, ഭക്തിയോടെ പങ്കെടുക്കാൻ, ദൈവിക ഭയത്തോടെ പങ്കെടുക്കാൻ. എനിക്ക് സമയമുണ്ടെങ്കിൽ, എനിക്ക് സുഖമുണ്ടെങ്കിൽ, എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ പങ്കെടുക്കേണ്ട ഒന്നല്ല പരിശുദ്ധ കുർബാന. എൻ്റെ ബാക്കി സമയം, എനിക്ക് ആവശ്യമില്ലാത്ത, ചെലവില്ലാത്ത, വെറുതെ കിടക്കുന്ന സമയം ചോദിച്ചു വന്നവനല്ല തമ്പുരാൻ. എനിക്ക് ആവശ്യമില്ലാത്ത സമയം ചോദിച്ചു വന്നവനല്ല തമ്പുരാൻ. ആദിമസഭ പങ്കെടുത്തതുപോലെ ഞാൻ പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാന താല്പര്യപൂർവ്വമാണോ പങ്കെടുക്കുന്നത്? ജീവിതത്തിൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമായിട്ട് പരിശുദ്ധ കുർബാനയെ ഞാൻ മാറ്റിയിട്ടുണ്ടോ? ഒഴിച്ചുകൂടാനാവാത്ത കാര്യമായിട്ട് ഞാൻ പരിശുദ്ധ കുർബാനയെ മാറ്റിയിട്ടുണ്ടോ? കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുക, കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന വളരെ പ്രത്യേകമായിട്ടൊരു കാര്യമുണ്ട്. കുർബാന എന്ന് പറയുന്നത് ഞായറാഴ്ചയുടെ കേന്ദ്രമായി മാറണം. നിന്റെ ഞായറാഴ്ച ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ട്, കേന്ദ്ര ബിന്ദുവായിട്ട് കുർബാന മാറണം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1166 ശീർഷകം. കുർബാന എന്ന് പറയുന്നത് എൻ്റെ ഞായറാഴ്ച സമയത്തിൽ എപ്പോഴെങ്കിലും ഒരു കാര്യമല്ല, എൻ്റെ ഞായറാഴ്ച ജീവിതത്തിൻ്റെ കേന്ദ്രമാണത്. അത് കഴിഞ്ഞിട്ടേ എനിക്ക് ബാക്കി കാര്യമുള്ളൂ. അതെൻ്റെ ഞായറാഴ്ചയുടെ കേന്ദ്രമായി മാറുന്ന അവസ്ഥ. ദൈവ കരുണയാണ് അതിൽ നിന്നൊഴുകുന്നത് എന്നറിയുന്ന ഒരു വിശ്വാസിക്കും കുർബാനയെ ഞായറാഴ്ച ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കാതിരിക്കാൻ പറ്റില്ല. കുർബാനയെ ഞായറാഴ്ച ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കാതിരിക്കാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, സാമ്പത്തിക ഞെരുക്കവും മറ്റു കാര്യങ്ങളും പരാധീനതകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച പോലും തമ്പുരാന് കൊടുക്കേണ്ട സമയം സ്വന്തം കാര്യങ്ങൾക്ക് മാറ്റിവെക്കുന്നവര് മറന്നു പോവരുത്. ദൈവത്തിൻ്റെ കൽപ്പനയാണിത്, സഭയുടെ പ്രബോധനമാണിത്. ദൈവത്തിൻ്റെ കൽപ്പനയാണിത്, സഭയുടെ പ്രബോധനമാണിത്. 100 ന്യായവാദങ്ങൾ നിരത്തുന്നവരുണ്ട്. ആധുനിക ജീവിതത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവര് ഞായറാഴ്ച പോലും അധ്വാനിച്ചിട്ട് പോയ ജനതയുടെ അവസ്ഥ ഇന്ന് കാണുന്നതേ ഉള്ളൂ. യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം തികഞ്ഞു എന്ന് കരുതിയപ്പോൾ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു പോയവര്. അനേകരുടെ നൊമ്പരം കേട്ടവനാണ് ഞാൻ, അനേകരുടെ നൊമ്പരങ്ങൾ കണ്ടവൻ. ഞായറാഴ്ച പോലും പ്രാർത്ഥിക്കാൻ സമയമില്ലാതെ, പള്ളിയിൽ പോകാൻ സമയമില്ലാതെ അധ്വാനിച്ച മനുഷ്യരുടെ അവസാനത്തെ കഥന കേട്ടവനും അറിഞ്ഞവനുമാണ് ഞാൻ. സഭയുടെ പ്രബോധനങ്ങളെ മറക്കരുത്, സഭയുടെ കൽപ്പനകളെ ധിക്കരിക്കരുത്. ദൈവത്തിൻ്റെ കരുണയൊഴുകുന്ന നിമിഷങ്ങളെ അവഗണിച്ചിട്ട് പിന്നെ എവിടെയാണ് നമ്മളുടെ കരുണ സ്വീകരിക്കാൻ പോകുന്നത്? ആരിൽ നിന്നാണ് നമ്മൾക്ക് കരുണ കിട്ടുന്നത്? ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും ഒഴുകുന്ന പരിശുദ്ധ കുർബാനയെ അവഗണിക്കുന്നത് നിസ്സാരമായി കരുതരുത്.